والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الطهارة إلى التفصيل. الترهيب من ترك التسمية على الوضوء عامدا. വുളു എടുക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നത് വേണമെന്നുകൊണ്ട് ഒഴിവാക്കുന്നതിൻ്റെ ഗൗരവം. വുളു എടുക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറയൽ രണ്ടഭിപ്രായം കാണാം പണ്ഡിതന്മാർക്കിടയിൽ. ഒന്ന്, സുന്നത്താണെന്ന് പറഞ്ഞ് കാണാം, അത് ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന നിലയ്ക്ക്. എന്നാൽ അധികം പണ്ഡിതന്മാരും പറഞ്ഞു അത് വാജിബാണ്, അഥവാ വേണമെന്നുകൊണ്ട് ഒഴിവാക്കിയാൽ അവന് ഓർമ്മയുണ്ട്, വുളു എടുക്കുന്നതിന് മുമ്പ് അവന് ഓർമ്മയുണ്ട് ബിസ്മില്ല എന്ന് പറയാനൊന്ന് ഓർമ്മയുണ്ട്, എന്നിട്ടും അവൻ പറയാതിരുന്നാൽ അവന്റെ വുളു ബാത്തിലാവും, വീണ്ടും വുളു എടുക്കേണ്ടി വരും. എന്നാൽ മറന്നുകൊണ്ട് വിട്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തതാണ്. കാരണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ല എന്ന് പറയാൻ കൽപ്പിച്ചതായിട്ടുള്ള അതുപോലെയുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഈ തസ്മീയത്തില്ലാതെ ബിസ്മില്ല എന്ന് പറയാതെ വുളു എടുത്തതായിട്ടും റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാജിബാണ്, അത് വേണമെന്നുകൊണ്ട് ഒഴിവാക്കിയാലാണ് കുഴപ്പം എന്ന രീതിയിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ഫസ്ലിലെ ഹദീസുകൾ ഖാൽ ഇമാം അബൂബക്കർ ബിൻ അബി ശൈബ റഹിമഹുല്ലാഹ് ثبت لنا عن النبي صلى الله عليه وسلم لا وضوء لمن لم يسمي الله. ബിസ്മില്ല എന്ന് പറയാത്ത, അല്ലാഹുവിന്റെ നാമം പറയാത്തവന് വുളു ഇല്ല. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത ലിമൻ ലാ വുദൂഅ ലഹു. ആർക്കാണോ വുദൂ ഇല്ലാത്തത് അവന് നിസ്കാരമില്ല, വുദൂ ഇല്ലാതെ നിസ്കാരം ശരിയാവില്ല. വലാ വുദൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ നാമം പറയാത്തവന് വുദൂഉമില്ല, അഥവാ ബിസ്മില്ല എന്ന് പറയാത്തവന് വുദൂഉമില്ല എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിന് വുളു പോലെയാണ് വുളുവിന് ബിസ്മില്ല എന്ന ആശയത്തിലാണ് ഹദീസ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുക്കുന്ന ഹദീസുകളിൽ പലതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ല എന്ന് പറയാതെ തന്നെ വുളു എടുത്തതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വേണമെന്നുകൊണ്ട് ഒഴിവാക്കുന്നവർക്കാണ് കുറ്റം, മറന്നുകൊണ്ട് ഒഴിവാക്കിയവർക്ക് വുളു സഹീഹാകുമെന്ന് പറയുന്നത്. وعن رباح بن عبد الرحمن بن أبي سفيان بن حويطب عن جدته عن أبيها قال سمعت رسول الله صلى الله عليه وسلم يقول لا وضوء لمن لم يذكر اسم الله عليه. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ വുളു ഇല്ല എന്നുള്ളത്. അപ്പോൾ വുളു എടുക്കുന്ന സമയത്തിൽ ബിസ്മില്ല എന്ന് പറയാൻ നാം ശ്രദ്ധിക്കുക. ഇനി മറന്നുപോയിക്കൊണ്ട് പറയാതിരിക്കുകയാണെങ്കിൽ വുളുവിന് കുഴപ്പമില്ല. ഓർമ്മയുണ്ടായിട്ടും നാം പറയാതെ, വേണമെന്നുകൊണ്ട് പറയാതെ വുളു എടുത്താൽ ആ വുളു ശരിയാവുകയില്ല. അടുത്ത ഫസ്ൽ അത്തർഗീബ് ഫി സിവാകി വമാ ജാഅ ഫീ ഫദ്ലിഹി. സിവാക്കുമായി ബന്ധപ്പെട്ട് ദന്തശുദ്ധീകരണം, പല്ല് തേക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിന്റെ ഫദ്ൽ അറിയിക്കുന്ന ഹദീസുകൾ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لولا أن أشق على أمتي لأمرتهم بالسواك مع كل صلاة. എന്റെ ഉമ്മത്തിന് ഒരു ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ എല്ലാ നിസ്കാരത്തിനോടൊപ്പവും സിവാക്കിന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. ധാരാളം ഹദീസുകൾ വന്നിട്ടുള്ള ഒരു വിഷയമാണ് സിവാക്ക്, ദന്തശുദ്ധീകരണം, പല്ല് തേക്കുക എന്നുള്ളത്. ഫിത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ട കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിന് ഏറ്റവും നല്ലത് അറാഖിന്റെ, ദന്തശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലത് അറാഖിന്റെ കൊള്ളികളാണ്. അതല്ലെങ്കിൽ സിവാക്കായി ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഏത് മരത്തിന്റെ കൊള്ളികൾ ഉപയോഗിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ബ്രഷ് അത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞ പോലെ വിരൽ കൊണ്ടെങ്കിലും നിങ്ങൾ അത് ശുദ്ധിയാക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ധാരാളം ഹദീസുകൾ, ചില ഉലമാക്കൾ പറഞ്ഞത് 100ഓളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ എല്ലാ നിസ്കാരത്തിനോടൊപ്പവും ഞാൻ സിവാക്കിന് കൽപ്പിക്കുമായിരുന്നു, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ. അപ്പൊ ബുദ്ധിമുട്ടാകുമെന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിക്കാതിരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്.
ഇതേ ഹദീസിന്റെ വേറെ റിവായത്തിൽ ഇൻദ കുല്ലി സ്വലാ എന്ന് വന്നിട്ടുണ്ട്. മഅൽ വുദൂഇ ഇൻദ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനുമുള്ള വുദൂഇനോടൊപ്പം എന്ന് വന്നിട്ടുണ്ട്. ലഅമർതുഹും ബിസ്വാകി മഅ കുല്ലി വുദൂഇൻ, എല്ലാ വുദൂഇനോടൊപ്പം എന്നും വന്നിട്ടുണ്ട്. നിസ്കാരത്തിനോടൊപ്പം എന്നും വന്നിട്ടുണ്ട്, വുദൂഇനോടൊപ്പം എന്നും വന്നിട്ടുണ്ട്. وعن علي بن أبي طالب رضي الله عنه قال قال رسول الله صلى الله عليه وسلم لولا أن أشق على أمتي لأمرتهم بالسواك مع كل وضوء إلى وضوء نوربهم كالبكما يرنو إن حديث. والحديث عن زينب بنت جحش رضي الله عنها قالت سمعت رسول الله صلى الله عليه وسلم يقول لولا أن أشق على أمتي لأمرتهم بالسواك عند كل صلاة كما يتوضؤون. വുദു എടുക്കുന്ന സമയത്ത് എല്ലാ നിസ്കാരത്തിനും വേണ്ടി വുദു എടുക്കുമ്പോൾ ഞാൻ സിവാക്ക് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. ഇതൊക്കെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ എന്ന നിലക്കാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ് റവാഹുൽ ബസ്സാർ വത്തൊബ്രാനി ഫിൽ കബീർ മിൻ ഹദീസ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ലഫ്ളുഹു ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഫറദ്തു അലൈഹിം സിവാക് ഇൻദ കുല്ലി സ്വലാത്തിൻ കമാ ഫറദ്തു അലൈഹിം വുദു. വുദു നിർബന്ധമാക്കിയതുപോലെ ഞാൻ സിവാക്കിനെയും നിർബന്ധമാക്കുമായിരുന്നു, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കാണാം. وعن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال السواك مطهرة للفم مرضاة للرب. സിവാക്ക് എന്നുള്ളത് വായക്ക് ഒരു ശുദ്ധീകരണമാണ്, അതുപോലെ തന്നെ റബ്ബിന് തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ്. റബ്ബിന് തൃപ്തിയുള്ള ഒരു കാര്യമാണ് സിവാക്ക് എന്നുള്ളത്. അപ്പോൾ അത്രയധികം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ എത്ര പ്രാധാന്യം ഉണ്ടാവും. അപ്പോൾ സിവാക്ക് എന്നുള്ളത് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഫളിനെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. وعن ابن عمر عن النبي صلى الله عليه وسلم قال عليكم بالسواك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സിവാക്ക് ചെയ്യുക, നിങ്ങൾ ദന്ത ശുദ്ധീകരണം നടത്തുക. فإنه مطيبة للفم مرضاة للرب تبارك وتعالى. നിങ്ങളെ വായയെ ഏറ്റവും നല്ല രീതിയിൽ ശുദ്ധിയോടുകൂടി കാത്തു വെക്കുന്ന ഒരു കാര്യമാണ്, അതുപോലെ തന്നെ റബ്ബിന്റെ തൃപ്തി നേടിത്തരുന്ന ഒരു കാര്യവുമാണ്. وعن شريح بن هاني قال شريح بن هاني പറയുകയാണ് قلت لعائشة رضي الله عنها, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, بأي شيء كان يبدأ النبي صلى الله عليه وسلم إذا دخل بيته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയാൽ എന്താണ് ആദ്യം ചെയ്യാറുള്ള കാര്യം? ഇപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, യാത്ര കഴിഞ്ഞോ മറ്റോ എല്ലാം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലത്ത് ബിസ്സിവാക്, ആദ്യം പല്ല് തേക്കുകയാണ്, സിവാക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യാറ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. അപ്പൊ യാത്രയോ മറ്റോ കഴിഞ്ഞെല്ലാം വീട്ടിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട ഒരു സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിൽ നിന്നുള്ള മാതൃകയാണത്. وعن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يصلي بالليل ركعتين ثم ينصرف ويستاك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ഫജ്റിന് പോകുമ്പോൾ മിസ്വാക്ക് ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുമ്പോൾ സമയത്ത് തന്നെ അറാക്ക് തന്റെ അടുത്ത് തന്നെ വെക്കുമായിരുന്നു. രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം സിവാക്ക് ചെയ്യും, എന്നിട്ട് രാത്രി നിസ്കരിക്കും. പിന്നെ ഫജ്റിന് വേണ്ടി പോകുമ്പോൾ അപ്പോഴും സിവാക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു. وعن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم بيان لقد أمرت بالسواك حتى ظننت أنه ينزل علي فيه قرآن أو وحي. وترواية لقد أمرت بالسواك حتى خشيت أن يوحى إلي فيه شيء. എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് സിവാക്കിന്റെ വിഷയത്തിൽ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ വിചാരിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ ഭയപ്പെട്ടു പോയി, ആ വിഷയത്തിൽ ഖുർആനിലെ ഒരു ആയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേകമായിട്ടൊരു വഹയോ ഇറങ്ങുമെന്ന്, ഖുർആനിലെ ഒരു ആയത്ത് ആ വിഷയത്തിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുമാറ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എത്ര പ്രാധാന്യം ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരു ആയത്ത് ആ വിഷയത്തിൽ ഇറങ്ങും എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിവാക്കിന്റെ വിഷയത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ
ബസ്സാർ മിൻ ഹദീസ് അനസ് വലഫ്ദു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബസ്സാർ ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തിൽ ലഖദ് ഉമിർതു ബിസ്വാകി ഹത്താ ഖശീതു അൻ അദ്റദ സിവാക്കിന്റെ വിഷയത്തിൽ എന്നോട് കൽപ്പിക്കപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർദ് എന്ന് പറഞ്ഞാല് പല്ല് ഈ സിവാക്ക് ഉപയോഗിച്ച കാരണത്താൽ പല്ലിന് എന്തെങ്കിലും കുഴപ്പം പറ്റി പല്ല് വീണു പോകുമോ എന്ന് എനിക്ക് തോന്നുമാറ് ഭയപ്പെടുമാറ് എന്നോട് സിവാക്കിന്റെ വിഷയത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പിന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിവാക്കിന്റെ വിഷയത്തിൽ കൽപ്പന വന്നിട്ടുണ്ട്. ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ് വഅൻ അലി റളിയല്ലാഹു അൻഹു അന്നഹു അമറ ബിസ്സിവാഖി വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സിവാക്കിനെ കൊണ്ട് കൽപ്പിക്കുകയും എന്നിട്ട് ഒരു ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ അബ്ദ ഇദാ തസവ്വക ثم قام يصلي ഒരടിമ മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഖാമൽ മലകു ഖൽഫഹു അവന്റെ മുൻപിലായിക്കൊണ്ട് പിന്നെ അവന്റെ പിന്നിലായിക്കൊണ്ട് അവന്റെ മലക്ക് നിൽക്കുന്നതാണ്. ഫയസ്തമിഉ ലിഖിറാഅതിഹി അവന്റെ ഖുർആൻ അവൻ പാരായണം ചെയ്യുന്ന ഖുർആൻ കേൾക്കാൻ വേണ്ടി. ഫയദ്നു മിൻഹു ഔ കലിമതൻ നഹ്വഹ അവന്റെ അടുക്കൽ പിന്നെ ആ മലക്ക് അവന്റെ ആ ഖുർആൻ കേൾക്കാൻ വേണ്ടി അടുത്തടുത്തായി വരും. ഹത്താ യളഉ ഫാഹു അലാ ഫീഹി അവന്റെ വായുടെ മേലെ അഥവാ ആരാണോ നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നത് അവന്റെ വായിന്റെ മേലെ മലക്കിന്റെ വായ വെക്കുന്നത് വരെ. ഫമാ യഖ്റുജു മിൻ ഫീഹി ശൈഉൻ മിനൽ ഖുർആൻ ഇല്ലാ സാറ ഫീ ജൗഫിൽ മലക് അങ്ങനെ ഇവൻ പാരായണം ചെയ്യുന്ന ഖുർആനിലെ എന്തൊരു കാര്യവും നേരെ മലക്കിന്റെ ഉള്ളിലേക്ക് എത്തുന്നത് പോലെ അത്രയും അടുത്ത് വെക്കും. ഫതഹിറു അഫ്വാഹകും ലിൽ ഖുർആൻ എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വായുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ശുദ്ധിയാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ സിവാക്കിന് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സമയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളത്, അതുപോലെ തന്നെ ഓരോ നിസ്കാരത്തിന്, അതുപോലെ വുദൂഇന്, അതുപോലെ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഈ സമയത്തൊക്കെ സിവാക്ക് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട ധാരാളം ഫദ്ലുകൾ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സിവാക്ക് എന്നുള്ളത്. അത് ഇന്ന് കാലത്ത് ബ്രഷ് ആണെങ്കിലും പിന്നെ ഈ പ്രതിഫലം ലഭിക്കുമെന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഏറ്റവും നല്ലത് വായിക്കും പല്ലിനുമെല്ലാം അറാഖിന്റെ കുള്ളികളാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.